ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഓക്കെ, സോ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട് ക്ലീനിങ് ആണ്. നല്ല ടയേർഡാണ് കേട്ടോ. സോ ഒരുപാട് പണിയുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ കുറച്ചും കൂടി പണി വന്നിട്ടുണ്ട്. ഈശ്വര ആശട. ഓക്കെ, സോ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാനാവുന്ന അറിയുന്നില്ല. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. വീട് മൊത്തം അലമ്പായിട്ട് കിടക്കുക. ലൈക്ക് ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഷാർജയിലേക്ക് മൂവ് ആയത് കേട്ടോ. സോ ഞങ്ങളുണ്ടായത് ദുബായിലാണ്. ദുബായിൽ 1 year ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ നമുക്ക് മോൾക്ക് സ്കൂളിങ്ങൊക്കെ അവിടെ നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് സ്കൂൾസ് നോക്കിയിട്ട് ഞങ്ങൾ മൂവ് ആവണമെന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഷാർജ പോകണമെന്ന് ഞാൻ പറയുമായിരുന്നു. ബിക്കോസ് ഷാർജ ഈസ് ലൈക്ക് നമുക്കെന്തോ കേരള പോയ പോലെ ഒരു തോന്നൽ എനിക്ക്. ഐ ഡോണ്ട് നോ എല്ലാവർക്കും അങ്ങനെയാണോ എൻ്റേത്, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. അതാണ് ഉദ്ദേശിച്ചത്. സോ ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഷാർജയിലേക്ക് മൂവായി. സോ ഇപ്പോൾ ഇനി വീടൊന്നും കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ആയിട്ടില്ല. അത് ഇന്നിപ്പോൾ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ ഒത്തിരി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഹസ്ബൻഡ് ഇന്ത്യ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ 1 വീക്കായിട്ട്. ഹിൽ കം ഓൺ ഫ്രൈഡേ. സോ ഇന്ന് ലെറ്റ്സ് ക്ലീൻ അവർ ഹോം. ആൻഡ് കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, അറേഞ്ച് ചെയ്യണം. ആൻഡ് പൂജാമുറിയൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പൂജാമുറിയൊക്കെ ഇനിയും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോസിലും അങ്ങനെ തന്നെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വോയിസ് അത്ര ക്ലിയർ ആവുന്നില്ലാന്ന്. ഞാൻ എൻ്റെ മൈക്ക് മേടിച്ചിട്ടില്ല ആക്ച്വലി. കണ്ടപ്പാ. ഓക്കെ, സോ വെയിറ്റ്. മൈക്കൊക്കെ മേടിച്ച പിന്നെ വോയിസ് ക്ലിയർ ആയിട്ട് വരും. സോ ഇപ്പോൾ വരുന്ന വോയിസിൽ ഞാൻ എന്തായാലും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ. ആൻഡ് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഞാൻ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് ഞങ്ങളുടെ ഡൈനിങ് സെറ്റ് വരുന്നത്. ആൻഡ് ഒരു സോഫ, ഇവിടെ ടി വി യൂണിറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. ഇതിവിടെ വെക്കാനുള്ള ഒരു ടേബിളാണ്. ആ ടേബിളിൽ ഞങ്ങളിപ്പോൾ ടി വി യൂണിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് പൂജാമുറി ഞങ്ങളിനി ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിനും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. സോ ഫോർ ടൈം ബീങ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെൽഫിൻ്റെ മുകളിലാണ് ഞാൻ പൂജാമുറിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, പുറത്ത് ബാൽക്കണിയാണ്. ആൻഡ് ഹിയർ ഈസ് അവർ ലോങ് മിറർ. ഇവിടെ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് മിറർ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മേടിച്ച് വെച്ചതേ ഉള്ളൂ. ബിക്കോസ് ഇതിൻ്റെ പ്ലേസും ഇനി ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്ത പിന്നെയാണ് ഞാനതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് ഹാളൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ ഹാൾ ഈ സൈഡായിട്ട് തന്നെ ഇവിടെ എന്താണിത്, ഷൂ റാക്ക്. സോറി, ഇവിടെ നമുക്ക് ഷൂ റാക്ക് ഉണ്ട്. ആൻഡ് അതിന് മുകളിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് വെച്ചതേ ഉള്ളൂ. ബിക്കോസ് ഇനിയും നമ്മളുടെ ഒന്നും പ്രോപ്പറായിട്ടുള്ള റൂം അറേഞ്ച്മെൻറ്റ് ആയിട്ടില്ല. വന്ന സാധനങ്ങൾ അവിടെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്ന് പറ്റുന്നത്ര ക്ലീൻ ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഏതേത് സാധനം എവിടെ വെക്കണമെന്ന് നോക്കിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി നമ്മളുടെ ഈ വീടിൻ്റെ ഒരു ലുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ക്ലീനിങ് അവർ ഹോം. ആൻഡ് ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും. ബിക്കോസ് സർവ്വക്കുട്ടി എണീച്ചിട്ട് ഇവിടെ കളിച്ചുകൊണ്ടുണ്ട്. സോ സർവ്വക്കുട്ടീൻ്റെ വോയിസ് എന്തായാലും കേൾക്കും. എന്നെക്കാളും കൂടുതലായിട്ട് എൻ്റെ സർവ്വക്കുട്ടീൻ്റെ വോയിസാണ് കേൾക്കുക. സോ പ്ലീസ് ബെയർ വിത്ത് മീ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ക്ലീനിങ് അവർ ഹോം. കം. സോ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. സർവ്വക്കുട്ടീൻ്റെ ടോയ്സ് കൊണ്ട് ടോയ് ബോക്സിൽ ഇട്ടിട്ട് വരുമോ? കൊണ്ടുപോക്കോട്ടോ.
മെല്ലെ കൊണ്ടുപോയിട്ട് എവിടെ വെക്കും? ഇതിന് മുകളിൽ വെക്കും. ഇതിന് മുകളിൽ വെക്കണം. എല്ലാം എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് മതി കേട്ടോ. അത് വേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അത് അതിന് മുകളിൽ തന്നെ വെച്ചു. കുഴപ്പമില്ല. എനിക്ക് ഒരു പണി എടുക്കാൻ പോലെ എൻ്റെ സരവക്കുട്ടി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറിയിട്ട് അത് അവിടെ എടുക്കുക, ഇത് ഇവിടെ എടുക്കട്ടെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോബ്ലം തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പിന്നെ അവളുടെ പാടിന് വിട്ടു. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഞാനതിന് വേണ്ടാന്ന് പറയുമ്പോഴാണ് അവൾക്കൊരു റിസ്ട്രിക്ഷൻ ഇട്ട പോലെ തോന്നുക. സോ ഐ തോട്ട് ലെറ്റർ പ്ലേ ഓർ ക്ലീൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ പണി ഞാൻ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ പണി എടുക്കുമായിരുന്നു. പക്ഷേ അവളെന്നെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും സർവ്വക്കുട്ടിയും ഫൈറ്റും ചെയ്ത് അത് ഇവിടെ വയ്ക്കുക, ഇത് അവിടെ വയ്ക്കാൻ അവളുടെ ഓരോരുത്തര ഒപ്പീനിയൻസ് ഉണ്ടാവും, എൻ്റെ ഓരോരുത്തര ഒപ്പീനിയൻസ് ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് ചിരിച്ചും കളിച്ച് ആ പണി എന്തായാലും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ചെയ്തു. പക്ഷേ എനിക്ക് സർവ്വക്കുട്ടി ഇങ്ങനെ എണിച്ചിരിക്കുമ്പോൾ പണി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടമാണ് അവൾ ഉറങ്ങിയിട്ടുള്ളപ്പോൾ പണി ചെയ്യാൻ. ബിക്കോസ് അവൾ ഉറങ്ങിയ സമയത്ത് എനിക്ക് കുറച്ചും കൂടി സ്പീഡായിട്ടും കുറച്ചും കൂടി കുറേ പണിയൊക്കെ അവസാനിപ്പിക്കാനാവും കേട്ടോ. അവൾ എണിച്ചിട്ടുണ്ടാവുമ്പോൾ ഒരു എൻ്റർടൈനിങ് ആയിരിക്കും, പക്ഷെ നമ്മളുടെ പണി ഒന്നും നടക്കില്ല. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറയും, പക്ഷേ അത് അവളുടെ ഭാഗത്തിന് ഹെൽപ്പായിരിക്കും, എനിക്കത് ഹെൽപ്പല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളിനെ വെച്ചിട്ട് എനിക്ക് പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സിങ് ടേബിൾ ഉണ്ടല്ലോ, ഇത് ഞാൻ അയക്കാൻ എടുത്തതാണ്. ഇതിൽ എനിക്ക് കുറേ സ്റ്റോറേജ് വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ സ്റ്റോറേജ് ബോക്സായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. തിങ്സൊക്കെ അങ്ങനെ തന്നെ പെട്ടിനകത്ത് ഡംപ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് വെക്കാനായിട്ട് എനിക്കൊരു പ്ലേസ് ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ കുറേ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഐക്യയിലാണ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്കിത് കിട്ടിയത്. നല്ല 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ആൻഡ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ തിങ്സും എൻ്റെയും എല്ലാം പിന്നെ വീട്ടിലേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എല്ലാ തിങ്സും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്തിട്ടാണ് ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് മൂവ് ചെയ്തത്. ആൻഡ് അത് അവിടെ ഞാൻ പ്ലേസ് ചെയ്തു. പിന്നെ ഈ ഭാഗത്ത് ഞാനിപ്പോൾ സാമി മുറി ഒന്ന് അറേഞ്ച് ചെയ്യണം. അതിൽ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നത്, അത് അവിടെ ടി വിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, അതിങ്ങോട്ട് കൊണ്ടുവച്ചു. ഇപ്പോൾ ഇതിന് മുകളിൽ എൻ്റെ സാമി റിലേറ്റഡ് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഐക്യന് തന്നെ എടുത്തത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫർണിച്ചേഴ്സ് ആർ ഫ്രം ഐക്യ. ഞാൻ ഫർണിച്ചേഴ്സ് എന്തായാലും ഒരു നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടായിരുന്നു ആൻഡ് അഫോർഡബിൾ ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് പൂജാമുറി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടോ, ലേറ്റായി. അതിന് പിന്നെ കിട്ടിയപ്പോൾ ഞാൻ അതിനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ച് നോക്കി. പക്ഷേ അത് അത്ര നല്ലതില്ല, കാരണം അതിൻ്റെ സൈസ് നല്ല ചെറുതായിരുന്നു. അത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഐ തിങ്ക് ഇത് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഇവിടെ കൊടുത്തത്. ആൻഡ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഈ ഐറ്റംസൊക്കെ അതിൻ്റെ അടുത്ത് പോവും. ആൻഡ് ലൈറ്റ് എന്തോ ഒരുമാതിരി ഡല്ലായിട്ട് കാണുന്നുണ്ട്, മേ ബി ബിക്കോസ് ഓഫ് ഡോർ അടച്ച് വെച്ചതാണോ. ഓക്കെ ഫൈൻ. സോ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഞാൻ. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മിറർ. മേ ബി ഇത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ലെറ്റ്സ് റീഅറേഞ്ച് വൺസ് അഗൈൻ. ഈ സോഫ ഞാൻ ഐക്യന്ന് തന്നെ എടുത്തിട്ടുള്ളത്. എനിക്ക് ഓറഞ്ച് സോഫ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ ഒരുപാട് സോഫാസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ അവിടെ ഗ്രേ ഇല്ലെങ്കിൽ വൈറ്റ് ഇല്ല, ഒരുമാതിരി ഡാർക്ക് ഗ്രേ അങ്ങനെ ആയിരുന്നു. അത് നല്ല ഡല്ലടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് എനിക്ക് അതത്ര വേണ്ട. എനിക്ക് കുറച്ചും കൂടി നല്ല കളർ എണിച്ച് കാണുന്ന പോലത്തെ ഒരു സോഫ വേണമെന്ന് തപ്പി നോക്കിയിട്ടാണ് ഈ ഓറഞ്ച് സോഫ പിന്നെ ഞങ്ങൾ കൺഫേം ചെയ്തത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു സോഫ മാത്രമേ ഉള്ളൂ. എൽ ഷേപ്പിൽ വേണമെന്നാണ് ഫസ്റ്റ് നമ്മൾ തപ്പി നോക്കിയത്. പക്ഷെ നമുക്ക് എൽ ഷേപ്പിൽ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടിയില്ല.
അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഗസ്റ്റ്സ് ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഇരിക്കാന്ന്. ഇത് 3 സീറ്റ് പോലെ കാണും, പക്ഷേ ഇതിൽ 5 മെമ്പേഴ്സ് എന്തായാലും ഇരിക്കുക, അത്ര ലെങ്ത് ഉണ്ട്. ആൻഡ് ഈ കാർപ്പറ്റ് ഞാൻ ആമസോണിൽ എടുത്തത്. കാർപ്പറ്റ് ഹാളിലേക്ക് ഒന്ന് എടുത്തു, പിന്നെ എൻ്റെ മിറർ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു, ആൻഡ് ബെഡ്റൂമിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഞാൻ അറ്റ് എ ടൈം ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഇടാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റായിട്ട് കാണുന്നത് വീട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഷൂ റാക്ക് ഉണ്ട്. ഷൂ റാക്കിൻ്റെ മുകളിൽ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഒരു ആനൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് എന്തായാലും ഞാൻ മാറ്റും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഞാൻ ഓൾറെഡി കാണിച്ച പോലെ തന്നെ സാമിമുറി, അതായത് ഒരു ഷെൽഫുണ്ട്. ഷെൽഫിൻ്റെ മുകളിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പൂജാമുറി ആയിട്ടുള്ളത്. അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതും ഡൈനിങ് ടേബിളാണ്. അവിടെ ഒരു പാർട്ടീഷൻ പോലെ നമുക്ക് ഫീൽ ആവുന്നത്. ആ ലെങ്ത് ആയിട്ടുള്ള ഹാളിനെ ഞങ്ങൾ മിഡിലായിട്ട് ഈ ഡൈനിങ് ടേബിൾ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് സോഫ ആൻഡ് മൈ ഫേവറേറ്റ് ചെയർ. എനിക്ക് ആ ചെയർ വേണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചെയറും ഞാൻ ഐക്യന് തന്നെ മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഇന്നത്തെ ഒരു വർക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതിൽ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിലോ ഇല്ല അത് ശരിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പോലും എന്തായാലും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഐ ചേഞ്ച് അക്കോർഡിംഗ്ലി. ഈ മിറർ ഇങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് മിറർ. സോ പക്ഷേ ആ മിറർ എനിക്ക് മാറ്റണം. അതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ എൻ്റെ ഫേസ് ഒരുമാതിരി വലുതും ചെറുതും ആവുന്ന പോലെയാണ്, നല്ലതില്ല ആ മിറർ. സോ എന്തായാലും ആ മിറർ എനിക്ക് മാറ്റണം. ആൻഡ് ഇവിടെ ഇപ്പോൾ പെർഫ്യൂംസ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഫ്ലവർ പോട്ട്. നെക്സ്റ്റ് ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. ഒന്നും അറേഞ്ച്ഡ് അല്ല, എല്ലാം അങ്ങനെ തന്നെ ഞാൻ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ദിവസം കൂടി ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാം. സോ അതിൻ്റെ ഈ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇന്നത്തേക്ക് ഇവിടേക്ക് അവസാനിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ. ബിക്കോസ് ഒരുപാട് പണിയായ പോലെ എനിക്കൊരു തോന്നൽ. സോ നെക്സ്റ്റ് നമുക്ക് എൻ്റെ ഈ വാനിറ്റി എങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. കംപ്ലീറ്റ് വീഡിയോ ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. സോ ഞാൻ വെച്ചതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്ത് വെക്കണം, എന്തെങ്കിലും ഒപ്പീനിയൻസ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഐ റീഅറേഞ്ച് ഇറ്റ് അഗെയിൻ. എനിക്ക് പിന്നെ വീട് നല്ല നീറ്റായിട്ട് ഉണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കയറി പോകുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ കയറി പോകുമ്പോഴേ ആ വീട് നീറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലസൻറ്റായിട്ട് ഇരിക്കാനാവുള്ളൂ ആ വീട്ടിൽ. സോ ക്ലീൻ ഹോം, ഹാപ്പി പ്ലേസ് അങ്ങനെയാണ്. ഇത് എന്ത് ശരുവക്കുട്ടിയാണ്, ശരുവക്കുട്ടി. ഹായ് പറ, ഹായ് ഗൈസ് പറ, ഹായ് ഗൈസ്. ശരി, ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ. ഓക്കെ, ഇനി ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് വാച്ചിങ്.